തെയ്യം കാണുവാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ ബാക്കി നിൽക്കെ ഇത്തവണത്തെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ബേപ്പൂർ ദേശത്തെ കാലഭൈരവൻ ക്ഷേത്രത്തിൽ വെച്ച് പറക്കുട്ടിയുടെ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും നേരിൽ കാണുവാൻ സാധിച്ചു. കാളകാട്ട് ഇല്ലം കത്തിച്ച കുട്ടിച്ചത്തൻ്റെ പറക്കുട്ടി അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗോക്കളെ കരിച്ചു കെട്ടി ഗോശാല തന്നിൽ കെട്ടി ദക്ഷണം കൂട്ടി കൊട്ടയിൽ തീയുമായി പോന്നു. പ്രകാരത്തിലെ കാളകാടത്തിന്റെ കൂട്ടിയായി ഈ കയ്യടിത്തോട് സ്ഥാനവും പേരുമാറ്റി എന്റെ കാലവൈരവന്റെ മുടക്കാതെ എത്തിക്കരിയ എന്റെ മൂർത്തികളോട് കൂടി ഈ സന്നിധിയിൽ വന്നു പോന്നു. ഞാന് ശബ്ദമില്ലേ? ആഡംബരമായിരിക്കുന്ന എന്റെ ഈ സദസ്സിന് ഒരു പഞ്ചവർണ്ണക്കിളിയെ പോലെ പാറി നടക്കുന്ന എന്റെ ദൈവകോലത്തിന് ഈ പറക്കുട്ടി നാടകമായിട്ട് ഒരു പഞ്ചവർണ്ണ കിളിയെ പോലെ ഈ സന്നിധിയിലാടി കൊണ്ടുപോകുന്നത് ആയ പ്രകാരം ആഡംബരമായിരിക്കുന്ന എന്റെ അഗ്നിയെ ഞാൻ വാങ്ങി അനുഭവിച്ചു പോരട്ടെ. ആഡംബരമായിരിക്കുന്ന അഗ്നിയെ ഞാൻ വാങ്ങി അനുഭവിച്ചു പോരട്ടെ. ആഡംബരമായിരിക്കുന്ന അഗ്നിയെ ഞാൻ വാങ്ങി അനുഭവിച്ചു പോരട്ടെ.